ഹേ ഗായ്സ്, അൻബനാണ്. യെസ്, നമ്മൾ സൂര്യനായകനാവുന്ന കാർത്തിക് സുബ്രാജ് പടം റെട്രോ കണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോകാം. യെസ്, കാർത്തിക് സുബ്രാജ് പടത്തിന് പ്ലോട്ട് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടിയായിരിക്കും. പക്ഷെ അത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത്, സൂര്യക്ക് കൊടുത്തിട്ടുള്ള റോള്, അതിന് കൊടുത്തിട്ടുള്ള റെഫറൻസുകൾ, എൻ്റെ പള്ളി, അതൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് കാർത്തിക് സുബ്രാജ് മേക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണനാണ് സൂര്യയായിട്ട് റെഫറൻസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു, ഇങ്ങനെ ഒരു ഗുണ്ടായിരുന്ന ആള് എങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിച്ചു എന്നതിലാണ് കാര്യം. അതാണ് ഞാൻ പറഞ്ഞത് കാർത്തിക് സുബ്രാജ് പടം. പിന്നെ ടൈറ്റിൽ കാർഡ് തൊട്ട്, സൂര്യയുടെ ടൈറ്റിൽ കാർഡ് തൊട്ട് ദ വൺ സൂര്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവിടെ തൊട്ട് ക്ലൈമാക്സിലെ ഒരു അന്യായ സീനുണ്ട്. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കുറേ പേർക്ക് മനസ്സിലാവാണ്ടാണ് തോന്നുന്നു. കാരണം ആ സീൻ എന്തുകൊണ്ടാണ് വെച്ചത്, ആ സീനിൻ്റെ സെൻസ് എന്താണ്, അത് മനസ്സിലാക്കിയവർക്ക് പടത്തിന് പ്ലോട്ട് കിട്ടുള്ളൂ. അമ്മമാര് മേക്കിംഗ് ആണ് എൻ്റെ പൊന്നെ, രക്ഷയില്ല. ഇപ്പം ഈ പടത്തിന് ടൈറ്റിൽ റെട്രോ, അതിന് താഴെയിട്ട് ലവ്, ലോഫർ, വാർ അങ്ങനെ പറഞ്ഞിട്ട് 3 പരിപാടി കൊടുത്തിട്ടില്ലേ, അത് തന്നെയാണ് പടത്തിൽ. ലവ്, സൂര്യയും പൂജാരിച്ചായിട്ടുള്ള പരിപാടിയാണ് കെമിസ്ട്രി. അത് നല്ല രീതിക്ക് പഴയൊരു സൂര്യയുടെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്, റൊമാൻറ്റിക് സൂര്യയുടെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിക്കാരനെ കുറേ നാൾക്ക് ശേഷം ഒരു ജാതി ഓവറോട് കൂടിയിട്ടുള്ള വോക്കും സ്റ്റൈലിഷ് ലുക്കുകളും, അതിനനുസരിച്ച് ഫൈറ്റുകളായാലും പെർഫോമൻസ് ആയാലും ഇതിൽ സൂര്യക്ക് ഒരു ചെറിയൊരു സീനുണ്ട്. ചിരിക്കാൻ പറ്റാത്ത ഒരാൾ ചിരിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നെ, പെർഫോമർ സൂര്യ ആ സമയത്ത് കണ്ടു. ഈ പടം എന്ന് പറയുന്നത് ഒരുപാട് കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു പടമാണ്. മീൻസ് 1890, 1960, 1993, 98 അങ്ങനെ അതൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന രീതികൾ. കാർത്തിക് സുബ്രാജിൻ്റെ മേക്കിംഗ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോ ഫ്രെയിമുകളായാലും വില്ലൻ്റെ കാര്യം ഞാൻ പറയട്ടെ, വില്ലനായാലും നായകനായാലും കൊടുക്കുന്ന ഫ്രെയിമുകളുണ്ട്, ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. എൻ്റെ പൊന്നെ, ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ സൂര്യക്ക് കൊടുക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എൻ്റെ പൊന്നെ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായൺ അറിഞ്ഞിട്ട് പണിതിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് നല്ല രീതിയിൽ പണിയിപ്പിച്ചിട്ടുണ്ട്. മീൻസ് സൂര്യയുടെ ഇൻട്രോ സമയത്തുള്ള BGM ആയാലും ഒരു ഇംഗ്ലീഷ് റാപ്പോട് കൂടിയിട്ടുള്ള ഒരു പരിപാടി പിടിച്ചിട്ട് ഒരു സാധനം, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കനിമ മേക്കിംഗ് എന്ന് പറയുന്നത്, കനിമ സോങ് തുടങ്ങുന്നതിന് മുന്നേ അത് കല്യാണ പരിപാടിയാണല്ലോ. ഈ കല്യാണ ഷോട്ട് തുടങ്ങുന്നത് ഒരു ബുദ്ധനിൽ നിന്നാണ്. ആ ബുദ്ധനിൽ നിന്ന് തുടങ്ങി ഒരു 10-15 മിനിറ്റിന് മേലെ അതിനിടയിൽ ഒരു ഡാൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്, ഒരുപാട് പെർഫോമൻസുകളുണ്ട്. ഇതൊക്കെ ഒരൊറ്റ ഷോട്ടിലോട്ട് കടന്നു പോണേ. അത് ഇങ്ങനെയാണ് അവസ്ഥ. അത് ഒറ്റ ഷോട്ടാണെങ്കിൽ എൻ്റെ പള്ളി അന്യായം. കാരണം ഇത്ര അധികം ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യാന്നുള്ള ചില്ലറ കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്. പുള്ളിക്കാരൻ്റെ അവസാന സമയത്ത് ഈ മറ്റേ ദ വൺ സൂര്യ പറഞ്ഞിട്ടുള്ളൊരു ട്രാക്ക് ഉണ്ട്, ഒരു സിദ് ശ്രീരാമും പാടിയൊരു പാട്ട്. ആ പാട്ടും സീക്വൻസുകളും എൻ്റെ പൊന്നെ അടിപൊളി. മ്യൂസിക്കിലായാലും മേക്കിങ്ങിലായാലും രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പടത്തിന് വേറെ പ്രത്യേകത പറയുന്നത്, മലയാളത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജയറാം, ജോജു ജോർജ്, സ്വാസിക, പിന്നെ മഹേഷിനെ പ്രതികാരത്തിൽ അഭിനയിച്ച പുള്ളിക്കാരനല്ലേ വില്ലനായിട്ട്, അങ്ങേര്, എല്ലാവർക്കും നല്ല അടിപൊളി റോളുകളാണ് കൊടുത്തത്. എസ്പെഷ്യലി ജോജു ജോർജിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാം കോമഡി പരിപാടിയാണ് ആൾ പിടിച്ചിട്ടുള്ളത്. അതാൾ ചള്ളമാക്കാണ്ട് നല്ല വൃത്തിക്ക് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാസ്വികയ്ക്കായാലും നല്ല റോളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇമ്പാക്റ്റ് തോന്നാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ആ ഒരു വില്ലൻ വരുമ്പോൾ തന്നെ വില്ലനെ കൊടുത്തിട്ടുള്ള ഇൻട്രോകളായാലും ഫ്രെയിമുകളായാലും മീൻസ് ഒരു ആർട്ട് വർക്കും പിന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു കൊടുകൂരത നമുക്ക് ഫീൽ ചെയ്യണമല്ലോ, അതൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. എനിക്കിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയണത്. പിന്നെ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയണത്, പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് മുന്നേ ഈ
ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നമ്മളെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കാലഘട്ടത്തിന് ശേഷവും അവരുടെ നിന്ന് സ്വാതന്ത്ര്യം മേടിച്ച് രാജാക്കന്മാർ വീണ്ടും ആൾക്കാരെ അടിയാളുകളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് പേടി കൊണ്ട്, ഈ മീൻസ് രാജാക്കന്മാരുടെ ശിക്ഷ കൊണ്ട്, പേടി കൊണ്ട് ചിരി മറന്ന മനുഷ്യരാണ്. അപ്പം അവരുടെ ഒരു ചിരി ആണ് പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് ക്ലൈമാക്സ് സീൻസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സീനാണ്. അത് എത്ര പേർക്ക് ഉറക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല രീതിക്ക് ഉറക്കായി. ഞാൻ പറഞ്ഞല്ലോ, കാർത്തിക് സുബ്രാജ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. അല്ല, സൂര്യയുടെ ഒരു മാസ് കൊമേഴ്ഷ്യൽ പരിപാടി പിടിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ പടം അത്രയ്ക്ക് വർക്കാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ തുറന്നു പറയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ആ പടത്തിൽ പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാർത്തിക് സുബ്രാജ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ട്രീറ്റ് കിട്ടും. പിന്നെ ഇതൊരു സൂര്യയുടെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കങ്കുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കംബാക്കാണ്. പെർഫോമൻസ് ആയാലും ഒരു മാസ് സീക്വൻസ് ആയാലും മൊത്തത്തിലൊരു നല്ലൊരു കംബാക്ക് അല്ല, പക്ഷെ എന്നാലും ഒന്ന് പടി കയറിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയതാ. എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഒരു ഫുള്ളി ആക്ഷൻ പടമായിരിക്കുന്നു. പക്ഷെ കാർത്തിക് സുബ്രാജ് പടമായതുകൊണ്ട് എനിക്കറിയാം പുള്ളിക്കാരൻ്റെ ഒരു പരിപാടി ഇങ്ങനെയാണ് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. എന്നാലും ഒരു ആവറേജ് പരിപാടി പിടിക്കാം. ജിഗർദണ്ഡ XX പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ലെങ്കിലും പടം ഒരു ആവറേജ് പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനെ വിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനാണ്. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.